പി ദിവ്യയ്ക്ക് ജാമ്യം. ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പി ദിവ്യയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. കഴിഞ്ഞ 5 ദിവസമായി റിമാൻഡിലായിരുന്നു പി ദിവ്യ. ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് പി ദിവ്യയ്ക്കെതിരെ ചുമത്തിയത്. നിലവിൽ അതുമായി ബന്ധപ്പെട്ട വലിയ അന്വേഷണം നടക്കുകയാണ്. ADM നവീൻ ബാബു ഇതിനെതിരെ ആരോപണം ഉന്നയിച്ച പ്രശാന്തൻ 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്ന ADM നവീൻ ബാബുവിനെതിരെയുള്ള ആരോപണം. അതിനിടെ തന്നെ കളക്ടർ പറഞ്ഞത് തനിക്ക് തെറ്റുപറ്റി എന്ന് നവീൻ ബാബു വന്നു പറഞ്ഞു. ഇപ്പോൾ ഏതായാലും പി ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. കോടതിയുമായി ബന്ധപ്പെട്ട ഉത്തരവിൻ്റെ വിവരങ്ങളുമായി സന്തോഷ് അല്പസമയത്തിനകം ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ തലശ്ശേരി സെഷൻസ് കോടതിയുടെ നടപടിയായിരുന്നു പി ദിവ്യയ്ക്ക് മുൻകൂർ ജാമ്യം നിഷേധിച്ചത്. അതിനുശേഷം ഇപ്പോൾ ജാമ്യം തന്നെ അനുവദിക്കുന്ന സാഹചര്യത്തിലേക്ക് വരികയാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മെറിറ്റിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അന്ന് തന്നെ നിയമവിദഗ്ധർ പറഞ്ഞിരുന്നു. കാരണം ഈ കേസിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ കഴിയുന്നതല്ല എന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടിയത്. സ്വാഭാവികമായും ഒരു അഴിമതി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പൊതുവേദി കിട്ടിയപ്പോൾ അതിനെ പി ദിവ്യ ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്നാണ് അന്ന് പല പ്രമുഖരും അഭിഭാഷകരും നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. ഇതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം ഇപ്പോൾ പി ദിവ്യയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ജാമ്യ വ്യവസ്ഥകളെക്കുറിച്ചൊക്കെ വിവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത പി ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട അതിൻ്റെ ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ADM നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ് വേദിയിൽ പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന വേളയിൽ അന്ന് ഈ യാത്രയപ്പ് പരിപാടിയിൽ പങ്കെടുക്കുകയും അന്ന് ഈ നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, നവീൻ ബാബു ഒരു ലൈസൻസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് വൈകിച്ചതും അതുമായി ബന്ധപ്പെട്ട് ഇനി പുതിയൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഈ നിലപാടെടുക്കരുതെന്ന് പി ദിവ്യ ADM നവീൻ ബാബുവിനെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. അതിന് പിന്നാലെ പിറ്റേന്നാണ് ADM നവീൻ ബാബു ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെടുകയും ചെയ്തത്. പക്ഷേ അവിടെ പി ദിവ്യ അത്തരത്തിൽ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന തരത്തിൽ യാതൊന്നും തന്നെ ഒരു വാക്കുകൊണ്ട് പോലും അങ്ങനെ ഒരു പരാമർശവും പി ദിവ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഒരു വിഷയം ചൂണ്ടിക്കാട്ടുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ പി ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, എന്തൊക്കെയാണ് ജാമ്യ വ്യവസ്ഥകൾ? കോടതി എന്തെങ്കിലും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ? സിജു, തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇപ്പോൾ ഈ വിധി പറഞ്ഞിരിക്കുന്നത് ഒറ്റ വാക്കിലാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ള വിധിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഉപാധികൾ ഉണ്ടോ എന്നുള്ളത് വ്യക്തമാകണമെങ്കിൽ ഈ ഒരു വിധി പകർപ്പ് പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും കഴിഞ്ഞ 10 ദിവസമായി റിമാൻഡിൽ കഴിയുകയാണ് പി ദിവ്യയ്ക്ക് ഇപ്പോൾ തലശ്ശേരി കോടതിയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ അഭിഭാഷകൻ മാത്രമേ നമുക്കറിയുള്ളൂ. വിധിപ്പകർപ്പ് ലഭ്യമായിട്ടില്ല. വിധിപ്പകർപ്പ് കുറച്ച് സമയം കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴത്തേക്ക് ലഭ്യമാകും. വിധിപ്പകർപ്പ് ലഭിച്ച ശേഷം അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കി ശേഷം നവീൻ ബാബുവിൻ്റെ കുടുംബത്തോട് ആലോചിച്ച ശേഷം തുടർ നടപടി തീരുമാനിക്കും. ഇപ്പോൾ വിധിപ്പകർപ്പ് ലഭിക്കാതെ കൊണ്ട് തന്നെ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. ഒരാൾ കലാകാലമായിട്ട് ജയിലിലില്ല. പക്ഷേ ഇതിൽ എന്താ ഡിസ്കഷൻ വന്ന് എന്താ എന്നുള്ളത് പകർപ്പ് ലഭിച്ച് അത് വായിച്ച ശേഷം അത് പഠിച്ച ശേഷം കുടുംബത്തോടു കൂടി ആലോചിച്ച് തുടർ നടപടികൾ തീരുമാനിക്കും. ഇപ്പം മറ്റൊന്നും പറയാനില്ല. ആ ചോദ്യത്തിന് അർത്ഥമില്ല. അല്ല, അങ്ങനെ ആ ചോദ്യത്തിന് അർത്ഥമില്ല. ഞാൻ പറഞ്ഞല്ലോ, വിധിപ്പകർപ്പ് ലഭിച്ച ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. അത് വായിച്ച ശേഷം പറയാം കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ കിട്ടും. ശരിയാണ് സന്തോഷം. ഇപ്പം നിലവിൽ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ അഭിഭാഷക പറഞ്ഞത് വിധിപ്പകർപ്പ് കിട്ടിയിട്ടില്ല. കിട്ടിയ ശേഷം കൂടുതൽ കാര്യങ്ങൾ പ്രതികരിക്കാമെന്നുള്ളതാണ്. നമുക്ക് ഇക്കാര്യത്തിൽ അറിയാം, സുപ്രീം കോടതി തന്നെ പല ഘട്ടങ്ങളിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണ്. ജാമ്യമാണ് നിയമം, ജയിലല്ല നിയമത്തിൻ്റെ രീതി എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ പി ദിവ്യ സ്വാഭാവികമായും വലിയ തരത്തിലുള്ള വിവാദങ്ങളിൽ പെട്ടു നിൽക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മെറിറ്റിലേക്ക് അടക്കം പോകേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുണ്ടെന്ന് തന്നെ കരുതുകയാണ്. ഇതിൽ ആത്മഹത്യാ പ്രേരണയ്ക്ക് കാരണമാകുന്ന ഒരു പരാമർശവും നടത്തിയിട്ടില്ല എന്ന് പല അഭിഭാഷകരും പല നിയമവിദഗ്ധരും നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. അന്ന് വലിയ വിവാദം, അതായത് ഇതുമായി ബന്ധപ്പെട്ട് കോടതി വിധികളെ പോലെ സ്വാധീനിക്കുന്ന തരത്തിൽ മാധ്യമ വിചാരണ ഇതുമായി ബന്ധപ്പെട്ട് അന്ന് നടക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ ന്യായമായും നിയമത്തിൻ്റെ വഴിയിൽ ജാമ്യം തന്നെയാണ് നിയമം എന്നൊരിക്കൽ കൂടി കോടതി വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. ഏതായാലും വിധിപ്പകർപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ ഇന്ന് തന്നെ പി ദിവ്യയ്ക്ക് പുറത്തേക്കിറങ്ങാൻ കഴിയും.
തീർച്ചയായും സിജു കഴിഞ്ഞ 10 ദിവസമായി പള്ളിക്കുന്ന് വനിതാ ജയിലിൽ കഴിയുകയാണ് കണ്ണൂർ ജില്ലാ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായ പി ദിവ്യ. ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ച സാഹചര്യത്തിൽ വൈകാതെ തന്നെ പി ദിവ്യ ജയിൽ മോചിതയാകും. ഏതായാലും ഇനി ഈ വിധി പകർപ്പ് പുറത്തു വരേണ്ടതുണ്ട്. വിധി പകർപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉപാധികൾ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യമാണ് അറിയാനുള്ളത്. ഏതായാലും ഈ ജാമ്യ അപേക്ഷയിൽ വാദം നടക്കുന്ന ഘട്ടത്തിൽ ഏത് തരത്തിലുള്ള ഉപാധിയും അംഗീകരിക്കാൻ തയ്യാറാണ് എന്നുള്ളത് പി ദിവ്യയുടെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് കെ വിശ്വൻ കോടതിയെ അറിയിച്ചിരുന്നു. പ്രധാനമായും പി ദിവ്യ ഈ കോടതിയിൽ ജാമ്യ അപേക്ഷയിൽ വാദം നടക്കുന്ന ഘട്ടത്തിൽ ഉയർത്തിക്കാട്ടിയ സംഭവങ്ങൾ, ഒന്ന് ഈ ADM ആയിരുന്ന നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവുകളുണ്ട് എന്നുള്ള കാര്യമാണ് കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. അതിൽ പ്രധാനമായും കോൾ രേഖകളും അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങളും വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട് പരാതിക്കാരനായ പ്രശാന്ത് ബാബുവിൻ്റെ മൊഴിയെടുത്തതുമായി ബന്ധപ്പെട്ട തെളിവുകളും ഇത്തരത്തിലുള്ള തെളിവുകൾ നിരത്തിയായിരുന്നു പി ദിവ്യയുടെ അഭിഭാഷകൻ കെ വിശ്വൻ ഈ ജാമ്യ ഹർജി പരിഗണിച്ച വേളയിൽ കോടതിയിൽ വാദങ്ങൾ ഉന്നയിച്ചത്. അതേസമയം തന്നെ പ്രോസിക്യൂഷനും ഈ നവീൻ ബാബുവിൻ്റെ കുടുംബവും ഈ ജാമ്യ ഹർജിയെ ശക്തമായി തന്നെ എതിർക്കുന്ന സാഹചര്യം കൂടി നിലവിൽ ഈ ജാമ്യം നൽകി. ശരി സന്തോഷ്, ഏതായാലും പി ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ ഇന്ന് തന്നെ പി ദിവ്യ പുറത്തിറങ്ങും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.